കവനൻ്റ് വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ നിയോഗങ്ങൾ നിവൃത്തിയാകുന്ന കാലാവസ്ഥകളുണ്ട്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ സെപ്റ്റംബർ 7-ാം തീയതി ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ കൽക്കട്ടയിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഉറങ്ങിയപ്പോൾ അന്ന് മാതാവിൻ്റെ ജന്മദിനത്തിൻ്റെ തലേ ദിവസം രാത്രിയാണത്. അപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി. ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുത്ത മുറിയിൽ പോയി. വിജയകുമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി അടുത്ത മുറിയിലാണ് താമസിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇന്ന് മാതാവിൻ്റെ ജന്മദിനമാണ്, ഹാപ്പി മെരിമസ് എന്നൊക്കെ പറഞ്ഞ് സാറിനെ വിഷ് ചെയ്തേച്ചും ഞാൻ സാറിന് പറഞ്ഞു, സാറേ ഇന്ന് വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ അമ്മ പറഞ്ഞു കവനൻറ്റിന് ഡിസ്പോസിഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. ഡിസ്പോസിഷൻ എന്ന വാക്കാണ് അമ്മ ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ സാറിനോട് ഇത് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഡിസ്പോസിഷൻ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മലയാളത്തിൽ എന്നാ പറയണത് ഡിസ്പോസിഷന്? അനുകൂലമായ ഒരു സ്ഥിതി, ഒരു നിലപാട്. അത് ഡിസ്പോസിഷൻ പല അർത്ഥമുണ്ട്. സ്പിരിച്വൽ ഡിസ്പോസിഷൻ ഉണ്ട്, ഇമോഷണൽ ഡിസ്പോസിഷൻ. ഒരു സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അപ്പോൾ സാറിനും അത് ആദ്യം പറഞ്ഞപ്പോൾ മനസ്സിലായില്ല ശരിക്കും. ഞാൻ പിന്നെ അത് ഈ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ കറക്റ്റ്നെസ് കിട്ടാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അമ്മ എന്താ ഈ നിങ്ങൾ മാതാവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം ആദ്യം വേണ്ടത് ശ്രദ്ധയാണ് വേണ്ടത്. മാതാവിൻ്റെ ഉടമ്പടിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധ വേണം നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു, ഉടനെ പ്രഗ്നൻ്റായി കഴിയുമ്പോൾ എന്താ, അവർക്ക് നേരത്തെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മാനസികാവസ്ഥ അല്ലല്ലോ. അവർക്ക് പ്രത്യേക കുഞ്ഞിനെക്കുറിച്ചാണ് പിന്നെ ശ്രദ്ധയുള്ളത്. കുഞ്ഞിനൊന്നും കേട് വരരുത് എന്ന രീതിയിൽ അവർ ഇരിപ്പ് നോക്കും, അവർ കിടക്കുമ്പോൾ നോക്കും, ചരിയണ നോക്കും, എല്ലാം നോക്കും. അപ്പോൾ അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആവശ്യമായ ഓക്സിജനും അതുപോലെ തന്നെ കുഞ്ഞിന് കിട്ടി സ്വസ്ഥമായി അത് വളരുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അമ്മയ്ക്കുള്ളത്. അതൊരു ഡിസ്പോസിഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ മനസ്സിലായില്ലേ കാര്യങ്ങൾ പെട്ടെന്ന്? അതാണ് എൻ്റെ കാര്യം. അത് അനുകൂലമായ നമ്മുടെ മാനസികമായ ഒരു സഹകരണം, അനുകൂലമായ സഹകരണം. അതിനാണ് അച്ഛൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞത്, കവനൻ്റെ ക്ലൈമറ്റ്. ഈ കവനൻ്റെ ക്ലൈമറ്റ് ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ വന്ന സാക്ഷ്യങ്ങളെല്ലാം ഞാൻ പരിശോധിക്കുകയായിരുന്നു. എവിടെയാണ് അമ്മ സെപ്റ്റംബർ 7 പറഞ്ഞ ക്ലൈമറ്റ് ഡിസ്പോസിഷൻ എവിടെയൊക്കെയാണ് ഉള്ളതെന്നാണ് ഞാൻ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം കേട്ടപ്പോൾ നോക്കിയത്. അപ്പോൾ അതിലെനിക്ക് കുറേ സാക്ഷ്യങ്ങൾ അങ്ങനെ കിട്ടി. ക്ലൈമറ്റ് ഡിസ്പോസിഷനുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ കിട്ടി. അതിലൊരു സാക്ഷ്യം ജിൻസി അലക്സ് കൊല്ലങ്കോട്. അവിടെ സാക്ഷ്യം, അവിടെ ഭർത്താവിന് കിഡ്നിയുടെ അസുഖമാണ്. അപ്പോൾ ഉടനെ അവരെ ഈ ഭർത്താവിനെ ഡയാലിസിസിന് കയറ്റുമ്പോൾ ഇവർക്കാണെങ്കിൽ കാര്യം അവർ ചെറുപ്പമാണ്. അപ്പോൾ പെട്ടെന്നിങ്ങനെ ഒരു കിഡ്നിക്ക് അസുഖം വന്നപ്പോൾ നമ്മൾ പറയില്ലേ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിന്നിടം മറന്നു പോകണമെന്ന് പറയത്തില്ലേ. അപ്പം അങ്ങനെ ഒരവസ്ഥ ആണ് അവിടെ ഉള്ളതെല്ലാം. പക്ഷേ ഇവളീ ഉടമ്പടി എടുത്തിരിക്കും. കിഡ്നി അസുഖമാണെന്ന് കേട്ടപ്പോൾ തന്നെ വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരു ഡിസ്പോസിഷൻ രൂപപ്പെട്ട് വരും. ചിലർക്കുണ്ടാകത്തില്ല. ചിലരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് യാന്ത്രികമായിട്ട് എടുത്തുകൊണ്ട് പോണ കാരണം അവർക്കുണ്ടാകത്തില്ല. ചിലർ ശ്രദ്ധയോടുകൂടിയാണ് എടുക്കുക. കാര്യം ഞാൻ ഉടമ്പടി ആകുമ്പോൾ അമ്മയുമായിട്ട് ഞാൻ ഉടമ്പടിയിലാണ്, ഇനിയുള്ള കാലമെല്ലാം എൻ്റെ കാര്യം അമ്മ നോക്കിക്കൊള്ളും. അതാണ് അതിൻ്റെ ഒരു മാനസികാവസ്ഥയാണത്. കാലാവസ്ഥയെന്ന് ഞാൻ പറഞ്ഞ കാര്യം മാനസിക കാലാവസ്ഥയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലാവസ്ഥയെക്കാളും വ്യത്യസ്തമായ കാലാവസ്ഥയാണിത്. ഇവള് വളരെ എത്ര തിരക്കാണെങ്കിലും നമ്മൾ ദൈവമായിട്ട് ഒരു ഉടമ്പടി റിലേഷൻസ് വരികയല്ലേ. അപ്പം നമുക്ക് കുറച്ച് ഉത്തരവാദിത്തമുണ്ട്, ദൈവത്തിനും കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? നമ്മളെ സംരക്ഷിക്കുക, വളർത്തുക, നിലനിർത്തുകയാണ് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം. നമ്മുടെ ഉത്തരവാദിത്തം എന്താ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ തന്നെ പരുവപ്പെടുത്തുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ ഈ ഗ്രിൻസി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം അവൾ സീരിയസ് ആയിട്ടാണ് പ്രാർത്ഥിച്ചാണ് വന്നത്.
ഉടമ്പടി എടുക്കുന്നത്. പ്രാർത്ഥിച്ച് വന്നെടുത്തിട്ട് ഈ ഉടമ്പടിയോട് കൂടി ഞാനും ദൈവവും തമ്മിൽ വളരെ ഉത്തരവാദിത്വമുള്ള ഉടമസ്ഥ ബന്ധത്തിലേക്ക് വരികയാണ്. അതാണ് നമ്മൾ സാധാരണ കേവല മനുഷ്യനും ഉടമ്പടി മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഉടമ്പടിയിലെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഉത്തരവാദിത്വമുള്ള ഒരു ഉടമസ്ഥ ജീവിതത്തിലേക്ക്, ദൈവത്തിൻ്റെതാണെന്ന് നമ്മളെല്ലാവരും പറയും, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മളെല്ലാവരും പറയും. അങ്ങനെ ആർക്കും പറയാം, അതിനൊരു കുഴപ്പമില്ല. ദൈവം അല്ലെന്ന് പറയുന്നിടത്തോളം കാലം നമുക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ആ പുസ്തകത്തിലെ പശു ചില സമയത്ത് പുല്ല് തിന്നത്തില്ല. എന്താ കാര്യം? ഈ എല്ലാ കാര്യങ്ങളും സാധൂകരിക്കണം, ജസ്റ്റിഫൈ ചെയ്യണം. വിശ്വാസത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വിശ്വാസം ജസ്റ്റിഫൈഡ് ആകണത് പ്രവർത്തികളിലൂടെയാണ്. അതാണ് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം. ഞാൻ വിശ്വാസിയാണെന്ന് ആർക്കും പറയാം. Take the word of God. ശ്രുതികട ഹല്ലേലൂയ. യാക്കോബ് 2:24 മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, പറഞ്ഞേ, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പൊ വിശ്വാസം കൊണ്ട്, അതിനെ വിശ്വാസത്തെ സാധൂകരിക്കുന്നതാണ് എന്ത്? നമ്മുടെ വിശ്വാസം ആത്മാർത്ഥമാണ്. നമ്മുടെ വിശ്വാസത്തെ അത് ആത്മാർത്ഥതയുള്ളതാണെന്ന് തെളിയിക്കാൻ ആർക്കാണ് ബാധ്യത? നമുക്ക് ബാധ്യതയുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം. അല്ല ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ഞാൻ അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു, ഇപ്പോഴും ഞാൻ ഈശോയിൽ വിശ്വസിക്കണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത, ആത്മാർത്ഥത നമുക്കുണ്ടാകണം. അപ്പോൾ എങ്ങനെ ഈ ആത്മാർത്ഥതയാണ് അതിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥതയാണ് അതിനെ സാധൂകരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ വിശ്വാസത്തെ അതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങളാൽ സാധൂകരിക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പം എല്ലാ വിഷയങ്ങളും പ്രാർത്ഥനയാണെങ്കിലും, ഇപ്പം നീ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചോ, പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഐ ആം സോ സീരിയസ് അബൌട്ട് ദിസ് പ്രയർ എന്ന് ദൈവത്തോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ മുട്ടയിൽ നിൽക്കണത്. അല്ലെങ്കിൽ ഇരുന്നാൽ മതിയല്ല, നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ ഡിസ്പോസിഷനുണ്ട്. ഓരോ കാര്യത്തിന്, എല്ലാ കാര്യത്തിനും കൂടി ഒരു രീതി അല്ലല്ലോ. ഇപ്പം നമ്മൾ ഇരുന്ന് നമ്മൾ കസേര ഇരുന്ന് ഊണ് കഴിക്കും. കസേര ഇരുന്നും ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാം, ദൈവം കേൾക്കും. കാര്യം പ്രാർത്ഥിക്കുന്നത് നമ്മളല്ലേ, മനസ്സിലെന്നെ പ്രധാനം. പക്ഷേ ഒരു ഫിസിക്കൽ ഡിസ്പോസിഷൻ അവിടെ വരും. എന്താ കാര്യം? ഐ ആം സോ സീരിയസ് അബൌട്ട് ദിസ് പ്രയർ, അതുകൊണ്ട് ഞാൻ മുട്ടയിൽ നിൽക്കുന്നത്. കാര്യം ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പൊസിഷനാണ്. അതാ വിഷയം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പൊസിഷൻ. നമുക്ക് നടന്നൊക്കെ പ്രാർത്ഥിക്കാം. ഞാൻ രാവിലെയൊക്കെ നടന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രോപ്പർ പൊസിഷൻ എന്താണ്? മുട്ടയിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു രീതി. അതേസമയം ഇന്ത്യൻ രീതി അനുസരിച്ച് സർവ്വസാഷ്ടാംഗമായിട്ട് വീണ് കിടക്കും. അതും ശരിയാണ്. കാര്യം എന്താണ്? അത് നമ്മൾ എല്ലാ വിഷയത്തെക്കാളും ദൈവത്തെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് സർവാംഗം സാഷ്ടാംഗം പ്രണാമം ചെയ്ത് കിടക്കും. ഞങ്ങളൊക്കെ കിടക്കും അതുപോലെ. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഡിപ്പോസിഷനാണ്. അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോണവരും ഉണ്ടാകും. അപ്പോൾ ഉറക്കത്തിന് നമ്മൾ കിടക്കുകയാണ് ചെയ്യണത്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കമന്നാണ് കിടക്കണത്. എടാ, ഉറക്കം നമുക്കത് ഇങ്ങനെയൊക്കെ ചരിഞ്ഞൊക്കെ കിടക്കാം അല്ലേ. പക്ഷേ സർവ്വസാഷ്ടാംഗം കിടക്കണം എങ്ങനെയാണ്? കമന്നാണ് കിടക്കണത്. കൈ സ്വസ്തിക എഴുതി ശിരസിൻ്റെ മുന്നിൽ വെച്ച് കവന്ന് കിടക്കൂടാ. അപ്പോൾ വെച്ചാൽ സർവാംഗം നമ്മൾ സമർപ്പിക്കണം എന്നാണ് അവർ. അപ്പോൾ ഇതാണ് പൊസിഷൻ എന്ന് പറയുന്നത്, പ്രോപ്പർ പൊസിഷൻ. ഇതുപോലെ ഉടമ്പടിക്കും ഒരു പ്രോപ്പർ പൊസിഷനുണ്ട്. ഒന്നല്ല, ഒത്തിരി പ്രോപ്പർ പൊസിഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിലപാടുകളും വരും. ഓരോ വിഷയത്ത് അതിൽ സമീപനങ്ങൾ വരും. നമ്മുടെ ഒരു സമീപനം. ഇപ്പോൾ എന്ത് ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ ജിൻസിയുടെ വിഷയം എന്താണ്? ജിൻസിയുടെ ഭർത്താവിന് അലക്സിനാണ് കിഡ്നി അസുഖം. അപ്പോൾ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് നടന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ, അതായത് രണ്ടുപേരും കൂടി വളരെ സന്തോഷമായിട്ട് ജീവിച്ചതാണ്, ചെറുപ്പക്കാരാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് കാലാവസ്ഥ മാറി വേറൊരു ലെവലിലായി. ഡയാലിസിസ് കഴിഞ്ഞോടുകൂടി ഇയാൾക്ക് എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഇയാൾക്കൊരു ഐഡിയ ഇല്ല. ഇയാൾ തളർന്ന രീതിയിൽ ഇവളെ ഇങ്ങനെ നോക്കും. എന്താണ്, നമ്മൾ പിരികയാണല്ല എന്നുള്ള, അതാണ് അവസ്ഥ. ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ വന്ന്
അച്ഛൻ വന്ന് ലാസ്റ്റ് സാക്രമെൻ്റ് കൊടുക്കും, അവസാനത്തെ കുദാശ കൊടുക്കും. അപ്പം അച്ഛൻ പോയി കഴിയുമ്പോൾ ആശുപത്രിയിൽ ബന്ധുക്കളെല്ലാം ഇവളെ കെട്ടിപ്പിടിച്ച് കരയും. ആ ഓരോ സിറ്റുവേഷൻസ് നോക്കി, ഈവൻസ് കണ്ടില്ലേ? അച്ഛൻ പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവരെല്ലാം ഈ ജിൻസിയെ കെട്ടിപ്പിടിച്ച് കരയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ് തീർന്ന് പോയി, ഈ ലോകത്തുനിന്ന് വിടപിരിഞ്ഞെന്ന രീതിയിലൊക്കെ കഴിയും. പക്ഷേ ഇവൾ പറയണത് ഞാൻ കരഞ്ഞില്ലെന്ന് പറയണം. അതാണ് ഡിസ്പോസിഷൻ. അതാണ് ഉടമ്പടി ഒരു മനുഷ്യനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണം നോക്കണം. ഈ വിഷയങ്ങളെല്ലാം എൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞാൻ മാത്രം കരഞ്ഞില്ല. എന്താ കാര്യം? എനിക്കറിയാം അമ്മ ഏതെങ്കിലും നിമിഷം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അമ്മയുമായിട്ട് ഉടമ്പടിയിലാണ്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് അമ്മ ഈ വിഷയം അറിയും. അച്ഛൻ വന്നതും അച്ഛൻ പോയതൊക്കെ ആദ്യം അറിഞ്ഞത് ആരാണ്? അമ്മ അറിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഡിസ്പോസിഷൻ. ഇപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ? ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് ഇത്രയും നമ്മുടെ ചുറ്റും ലോകം മുഴുവനും കലങ്ങി മറിയുമ്പോഴും ഉടമ്പടി എടുത്ത ആ ദൈവ പൈതൽ ഒരു ഉടമ്പടി നിലപാടുണ്ട്. ഉടമ്പടി സമീപനത്തിലൂടെ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച് തൻ്റെ ഈ സംഘർഷങ്ങളിടയിലുള്ള തൻ്റെ വിശ്വാസം ഏറ്റുപറച്ചിൽ അങ്ങ് അറ്റ കൈയായിട്ട് നിൽക്കുകയാണ്. കരയാതെ അങ്ങ് ദൈവത്തിൽ ആഴമായി ശരണപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഈ മനുഷ്യൻ്റെ ലക്ഷണം മാറണത്. ഇവരുടെ ഇതെല്ലാം ദൈവത്തിൽ നമ്മളുടെ ഒരു നിലപാട്, സമീപനമൊക്കെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ചുണ്ടുകൊണ്ട് മാത്രമുള്ളതല്ല. അതായത് ഈ ഇങ്ങനെയുള്ള സംഘർഷ സമയത്തുള്ള നമ്മുടെ ഇതൊക്കെ ഒരു ഉടമ്പടി നിലപാടാണ്. നമ്മൾ വെറുതെ ഒരു പ്രാർത്ഥിച്ചിരിക്കുകയല്ല, നമ്മൾ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ദൈവവും നമ്മൾ ഈക്വൽ പാർട്ട്നേഴ്സാണ്. ഈ ഒരു വ്യവഹാരത്തിൽ, ബന്ധത്തിൽ 50-50 പാർട്ട്ണറാണ് നമ്മൾ. പകുതി നമ്മളും പകുതി ദൈവവുമാണ്. അപ്പോൾ ഒരു പൊതുവായിട്ടുള്ള പദ്ധതിയാണ് ഉടമ്പടി. ദൈവവും നമ്മളുള്ള അതിലൊരു വിഷയമാണ് ഭർത്താവിൻ്റെ ഈ കിഡ്നിയുടെ അസുഖം ഭേദമാകണത്. എന്നിട്ട് പെട്ടെന്ന് പതുക്കെ അതായത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പേയ്മെൻറ്റ്, ഇതാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുത്താൽ മാത്രം പോലെ, ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളൊരു അഡ്വാൻസ് കൊടുക്കുകയാണ്. എന്താ കാര്യം? ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞൊരു അഡ്വാൻസ്. പക്ഷേ ദൈവം എന്നാ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ട് പേ ചെയ്യാൻ പറയും. പക്ഷേ ആൾക്കാർക്കത് മനസ്സിലാകത്തില്ല. ചിലർ പറയും സാധനം കിട്ടട്ടെ എന്നിട്ട് ഞങ്ങൾ ഫുൾ എമൗണ്ട് പേ ചെയ്യാൻ പറയും. എങ്ങനെ? എന്തെങ്കിലും ഒന്ന് നടക്കട്ടെ, ജോലി കിട്ടട്ടെ, അല്ലെങ്കിൽ വിസ കിട്ടട്ടെ, അല്ലെങ്കിൽ ജപ്തി നടപടി മാറട്ടെ, എന്നിട്ട് ഞങ്ങൾ പത്രം കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അതൊരു ബാർഗെയിനിങ്ങിലേക്ക് മാറും. ചില ആൾക്കാർക്ക് മണ്ടത്തരം പറഞ്ഞാൽ അങ്ങനെയാണ് ഉടമ്പടിയിൽ. എന്നുവെച്ചാൽ അവർ ഫുൾ എമൗണ്ട് പേ ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിച്ച് ദൈവം ഇങ്ങോട്ട് തന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുൾ എമൗണ്ട് പത്രം കൊടുക്കുകയോ രോഗികളെ പോയി കാണുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും. പക്ഷെ നടക്കത്തില്ല. നിങ്ങൾ അങ്ങനെ ഒരാളായത് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ദൈവത്തിനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചതിന് ശേഷം ദൈവത്തിന് വിശ്വാസത്തിൽ എടുക്കണില്ലല്ലോ. അതാണ് പ്രശ്നം. ചില ആൾക്കാർ ഒന്നും കിട്ടിയില്ലെങ്കിലും ശരി, തനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു മാറ്റും, ഫുൾ എമൗണ്ട് പേ ചെയ്ത് കളയും. എന്താ കാര്യം? അവർ ദൈവത്തെ വിശ്വാസത്തിൽ എടുക്കുന്നു. ദൈവം എപ്പോഴായാലും ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് അവർക്ക് ആത്മാവിൽ. ഇതിനാണ് നിങ്ങളുടെ ഈ നമുക്കറിയാൻ പറ്റും ആത്മാവിലെ. അതായത് നിങ്ങൾ കുറച്ച് ക്ലിയർ ആണെങ്കിൽ, ഈ സംശയത്തിൻ്റെ കാർമേഘമൊന്നും ഇല്ലെങ്കിൽ, സംശയത്തെ കാർമേഘമെന്നാണ് വിളിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യാക്കോബ് 1:6 സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യനാണ്. അപ്പം സംശയിക്കാതെ വേണം ഇത് വിഷയം ചെയ്യാൻ. അതായത് നിങ്ങൾ ഈ കണ്ണും പൂട്ടി അങ്ങോട്ട് ചെയ്യണം ഉടമ്പടിയിൽ. ഇപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുന്നു, അതാണ് വിഷയം. അല്ല ദൈവത്തിൽ നിന്ന് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് വരട്ടെ, ഈ കമ്പനി ശരിയാണെന്ന് നോക്കട്ടെ, ഈ ഏജൻറ്റ് നമ്മളെ പറ്റിക്കുമെന്ന്. നമ്മൾ വിസ ഏജൻറ്റുമാരെ എപ്പോഴും സംശയത്തോടെയല്ലേ നോക്കണം, ഈ കാശ് പോകുക എന്ന് ഓർത്തിട്ട്. അതുപോലെ വിസ ഏജൻറ്റുമാരെ നിങ്ങൾ നോക്കണ പോലെ ദൈവത്തെ നോക്കുന്നുണ്ട് ചില ആൾക്കാർ. അതാണ് നിങ്ങൾക്ക് കളിപ്പ് വരണത്. അപ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റുമല്ലോ ഇത് സംശയമാണെന്ന്. സംശയത്തിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അത് സംശയം ഒരു നെഗറ്റീവ് ഡിസ്പോസിഷനാണ്. അത് പറഞ്ഞില്ലേ, കടൽ തിര പോലെയാണ്, ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നിട്ട് അലസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും.
അപ്പോൾ അത് കട്ടൻഡേറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധനകളെ നിർബാധം നിറവേറ്റാൻ എനിക്ക് പ്രത്യേകമായ അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ.